ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഈ നക്ഷത്ര ജാതകർ വിചാരിക്കുന്നതെല്ലാം ഈ ആഴ്ച നടന്നു കിട്ടും. അതായത് അപ്രതീക്ഷിത നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു. ആദിത്യൻ മിഥുനം രാശിയിലാണ്. തിരുവാതിര നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുകയാകിയാൽ തിരുവാതിര ഞാറ്റുവേല കാലം കൂടിയാണ്. ചന്ദ്രൻ വെളുത്ത പക്ഷത്തിൽ മകം മുതൽ ചോതി വരെയുള്ള നക്ഷത്ര മണ്ഡലത്തിലൂടെ സഞ്ചരിക്കുന്നു. ശനി മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിലാണ്. വ്യാഴം മിഥുനം രാശിയിൽ തിരുവാതിര നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിൽ സഞ്ചരിക്കുന്നു. ബുധൻ കർക്കിടകത്തിൽ പൂയം നക്ഷത്രത്തിലാണ്. ശുക്രൻ 29-ന്, ഞായർ മധ്യാഹ്നത്തിൽ മേടം രാശിയിൽ നിന്നും ഇടവത്തിലേക്ക് സംക്രമിക്കുന്നു. ശുക്രൻ കാർത്തിക നക്ഷത്രത്തിലാണ്. ചൊവ്വ ചിങ്ങം രാശിയിലും 30-ന് തിങ്കളാഴ്ച പൂരം നക്ഷത്രത്തിൽ പ്രവേശിക്കും. രാഹു കുംഭം രാശിയിൽ പൂരുരുട്ടാതി മൂന്നാം പാദത്തിലും കേതു ചിങ്ങം രാശിയിൽ ഉത്രം ഒന്നാം പാദത്തിലുമാണ്. ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ഈ ആഴ്ചത്തെ വാരഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. ആഴ്ചയുടെ ആദ്യം അത്ര മികച്ചതാണെന്ന് പറയുവാൻ കഴിയില്ല. ചന്ദ്രന് കുജകേതുയോഗം ഭവിക്കുന്നതിനാൽ സർവ കാര്യങ്ങളിലും ആശയക്കുഴപ്പം വരാം. ചില പ്രയത്നങ്ങൾ രണ്ടാമതും കൂടി നിങ്ങൾക്ക് ആവർത്തിക്കേണ്ടതായി വരുന്ന സ്ഥിതി ഉണ്ടാകും. സന്താനങ്ങളുടെ കാര്യത്തിൽ മുഖ്യമായും അവരുടെ പഠനം സംബന്ധിച്ച് ചില ഉത്കണ്ഠകൾ ഉണ്ടാകുന്നതാണ്. ബുധനാഴ്ച തൊട്ട് കാര്യങ്ങളെല്ലാം ഒരുവിധം നടന്നു കിട്ടും. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ്. ചിന്തകൾ നേർരേഖ പോലെ കൃത്യമാക്കും. ജോലി സ്ഥലത്ത് കർമ്മനിരുത്തം ഭവിക്കുന്നതാണ്. ആസന്ന ഭാവിയെക്കുറിച്ച് വ്യക്തമായ രൂപരേഖ മനസ്സിൽ തെളിഞ്ഞു കിട്ടും. കഴിഞ്ഞ കാര്യങ്ങളെ സൂക്ഷ്മ വിശകലനം ചെയ്യുവാനും തിരുത്തൽ വേണ്ട കാര്യത്തിൽ തിരുത്തി മുന്നേറുവാനുമുള്ള സാഹചര്യം അനുകൂലമാകും. ആരോഗ്യകാര്യത്തിൽ ജാഗ്രത അല്പം ആവശ്യമാണ്. അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. നക്ഷത്രാധിപനായ ശുക്രൻ സ്വക്ഷേത്രത്തിൽ രണ്ടാം ഇടത്തിലായി സഞ്ചരിക്കുന്നതിനാൽ വചോവിലാസം വർദ്ധിക്കും. ധനാഗമം സുഗമമാകുന്ന കാലം കൂടിയാണ്. കുടുംബസുഖം ഭവിക്കും. ഭോഗാനുഭവങ്ങൾ വളരെയധികം ഉണ്ടാകും. നിങ്ങളുടെ ഇഷ്ടജനങ്ങളുമായി സല്ലപിക്കുവാനുള്ള അവസരങ്ങൾ വന്നെത്തും. കർമ്മരംഗത്ത് കാര്യമായ തടസ്സങ്ങളൊന്നും ഉണ്ടാകുന്ന ആഴ്ചയല്ല. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാനുള്ള സാഹചര്യം ഒത്തിണങ്ങുന്നതാണ്. അഞ്ചാം ഭാവത്തിലെ കുജകേതുയോഗം മക്കളുടെ കാര്യത്തിൽ ചില ഉത്കണ്ഠകൾ സമ്മാനിക്കും. ആലോചനകൾ അമിതമാകുന്നതാണ്. ചൊവ്വ ബുധൻ ദിവസങ്ങൾക്ക് മേന്മ അല്പം കുറയുന്നതാണ്. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. തൊഴിലിടത്തിൽ വളരെയധികം സമാധാനമുണ്ടാകും. എന്നാൽ അധികാരമുള്ള ചുമതലകൾ ലഭിക്കുവാൻ ഇനിയും കൂടി കാത്തിരിക്കേണ്ടി വരും. കൃത്യനിഷ്ഠ പുലർത്തുവാൻ മകനെ നിർബന്ധിക്കേണ്ട സാഹചര്യമുണ്ടാകും. കരാർ പണികളിലെ തടസ്സങ്ങളെല്ലാം നീങ്ങിക്കിട്ടുന്ന ആഴ്ചയാണ്. ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിച്ച സന്ദേശം എത്തിയേക്കില്ല. കാത്തിരിപ്പ് ഇനിയും തുടരേണ്ടി വരും. പൊതുപ്രവർത്തനത്തിന് കൂടുതൽ സമയം നീക്കിവെക്കുന്നതാണ്. ഏജൻസികളിലൂടെയുള്ള ആദായം ഉയരുന്ന കാലം കൂടി. വിദേശത്തുള്ള ആളുകൾക്ക് ജോലി സംബന്ധിച്ച ആശങ്കകൾ വന്നുചേരാം. വയോജനങ്ങളുടെ കാര്യത്തിൽ ആരോഗ്യ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധിക്കുന്നത് ഗുണകരമാകും. അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ്. നക്ഷത്രാധിപനായ ചന്ദ്രൻ വെളുത്ത പക്ഷത്തിലൂടെ കടന്നു പോകുകയാൽ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ്. ആലോചനകൾ സാക്ഷാത്കരിക്കുവാൻ ഒരു പരിധിവരെ കഴിഞ്ഞേക്കും. വാരാദ്യം ചന്ദ്രന് കുജകേതുയോഗം വരികയാൽ സമ്മർദ്ദങ്ങൾ ഉയരുവാനിടയുണ്ട്. മിഥ്യാധാരണകൾ വരാം. ആത്മസംയമനം അനിവാര്യമായ കാലമാണ്. മറ്റു ദിവസങ്ങളിൽ കൃത്യനിർവഹണം പ്രശംസിക്കപ്പെടും. ബഹുകാര്യങ്ങളിൽ വ്യാപരിക്കുവാൻ കഴിയുന്നതാണ്. ഭോഗസംതൃപ്തി ഉണ്ടാകും. പ്രണയത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിജയിച്ചതായി തോന്നുന്നതാണ്. കലാപരമായ കാര്യങ്ങളിൽ മനസ്സർപ്പിക്കും. വീട്ടുപകരണങ്ങൾ വാങ്ങുവാനും ചെലവ് വന്നു ചേരുന്നതാണ്. അടുത്തത് മകയിരം നക്ഷത്രക്കാരാണ്.
കഴിഞ്ഞ വാരം അനുഭവിച്ച മാനസിക സംഘർഷം ഇപ്പോൾ ഉണ്ടാകില്ല. പ്രശ്നങ്ങൾ ഭംഗിയായി പരിഹരിക്കുവാൻ കഴിയും. എന്നാലും ചില സമാധാനക്കേടുകൾ ചൊവ്വ കുജയോഗത്തിൽ ഉണ്ടാകുന്നതാണ്. വ്യാപാരം, വ്യവസായം എന്നിവ വിപുലീകരിക്കുവാൻ ആലോചിക്കും. ഇടവരാശിക്കാർക്ക് ഭോഗസുഖമുണ്ടാകും. വിലയേറിയ പാരിതോഷികങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട്. മിഥുന രാശിക്കാർക്ക് അപ്രതീക്ഷിത സഹായം കൈവരുന്ന കാലമാണ്. സർക്കാർ കാര്യങ്ങളിൽ പരിശ്രമങ്ങൾ ഫലം കണ്ടേക്കില്ല. ഗവേഷകർക്ക് പ്രബന്ധ രചനയിൽ തടസ്സങ്ങളുണ്ടാകും. ബന്ധുക്കൾ തമ്മിലുള്ള കലഹങ്ങളിൽ വിജയകരമായി ഇടപെടുവാൻ കഴിയുന്നതാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. ഉദ്യോഗസ്ഥർക്ക് പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഭംഗിയായി പല കാര്യങ്ങളും നിർവഹിക്കുവാൻ സാധിക്കും. മേലധികാരികളുടെ അനുമോദനം ലഭിക്കുന്നതാണ്. അപ്രതീക്ഷിതമായി ചില വ്യക്തികളിൽ നിന്നും സഹകരണം കൈവരും. എതിർപ്പുകളെ മൗനത്താൽ നിരാകരിക്കും. ബിസിനസ്സുകാർക്ക് ന്യായമായ ലാഭം വന്നു കിട്ടുന്ന ആഴ്ചയാണ്. വിപുലീകരണം സംബന്ധിച്ചുള്ള ചർച്ചകളിൽ പുരോഗതി ഉണ്ടാകും. ഗൃഹനിർമ്മാണത്തിലെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. ധനസഹായം കൈവരും. ഉപരി വിദ്യാഭ്യാസത്തിന് അടുത്തുള്ള കലാലയത്തിൽ തന്നെ അഡ്മിഷൻ കിട്ടുന്നതാണ്. എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഈ ആഴ്ച വളരെയധികം ഗുണകരമാകും. ചിട്ടി, ലോട്ടറി, അപ്രതീക്ഷിത ധനസഹായം എന്നിവ നിങ്ങൾക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാം. അടുത്തത് പുണർതം നക്ഷത്രക്കാരാണ്. നക്ഷത്രാധിപനായ വ്യാഴത്തിൻ്റെ മൗഢ്യം തുടരുകയാണ്. വാരാദ്യം ആത്മവിശ്വാസം വർദ്ധിക്കും. ലഘു പ്രയത്നത്താൽ തന്നെ വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. അധികാരികളോട് അകലം പ്രാപിക്കും. എന്നാൽ ഏത് കാര്യവും വളയ്ക്കുകയേ ചെയ്യാവൂ, ഒടിക്കരുത് എന്ന നിയമം മറക്കരുത്. മകൻ്റെ ന്യായമായ ആവശ്യങ്ങൾക്ക് ധനസഹായം ചെയ്യും. സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്ക് എതിർപ്പുകളെ നേരിടേണ്ടി വരുന്നതാണ്. കടബാധ്യതകൾ ഭംഗിയായി പരിഹരിക്കുവാനുള്ള വഴി തെളിഞ്ഞു കിട്ടും. ശുക്രൻ 12-ൽ സഞ്ചരിക്കുകയാൽ ആഡംബര ചെലവുകൾ വന്നെത്തുന്നതാണ്. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. കൊണ്ടും കൊടുത്തും നേടിയും നഷ്ടപ്പെടുത്തിയും നീങ്ങുന്ന ആഴ്ചയാണ് വന്നെത്തിയിരിക്കുന്നത്. ഔദ്യോഗികമായി ജോലിഭാരം കൂടുന്നതാണ്. വാഗ്ദാന ലംഘനങ്ങൾ മൂലം പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വരും. കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ കുറയുന്നതിനാൽ ചില പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ടാകും. സമാധാന ശ്രമങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളി കൈക്കൊള്ളണമെന്നില്ല. ശുക്രൻ 11-ൽ സഞ്ചരിക്കുന്നതിനാൽ നഷ്ടപ്രണയം വീണ്ടും പുഷ്കലമാകും. കടബാധ്യതകളിൽ തെല്ലൊരു ആശ്വാസം സംജാതമാകുന്നതാണ്. ആരോഗ്യകാര്യങ്ങളിൽ എല്ലാ രീതിയിലും കരുതൽ വേണം. വാഹനം മോടിപ്പിടിപ്പിക്കുവാൻ ധനവ്യയം ചെയ്യുന്നതാണ്. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. 11-ലെ ശുക്രസഞ്ചാരം ഭൗതികമായ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും. കലാപ്രവർത്തകർക്ക് മികച്ച അവസരങ്ങൾ സിദ്ധിക്കുന്ന ആഴ്ചയാണ്. നിങ്ങളുടെ ന്യായമായ എല്ലാവിധ ആവശ്യങ്ങളും ഈ ആഴ്ച നടന്നുകിട്ടും. സാമൂഹികമായ അംഗീകാരം ലഭിക്കുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് നിങ്ങൾ ആഗ്രഹിച്ച സ്ഥാപനത്തിൽ തന്നെ പ്രവേശനം ലഭിക്കും. ബിസിനസ്സുകാരുടെ കച്ചവട തന്ത്രങ്ങൾ ഫലം കാണുന്നതാണ്. നിങ്ങളുടെ സംഭാഷണത്തിലെ അശ്രദ്ധ മൂലം വിരോധത്തിന് ഇടവരാം. കുടുംബസുഖം തെല്ല് കുറയുവാൻ ഇടയുണ്ട്. ഗൃഹനവീകരണം പൂർത്തീകരിക്കും. ലഘുയാത്രകൾ കൊണ്ട് കാര്യസിദ്ധി കൈവരുന്നതാണ്. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. ചന്ദ്രൻ, കേതു, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ആശയക്കുഴപ്പമുണ്ടാകും. അവിചാരിതമായ സമ്മർദ്ദങ്ങൾ വന്നെത്തുന്നതാണ്. പ്രത്യേകിച്ചും വാരാദ്യ ദിവസങ്ങളിൽ ഉപാചപങ്ങളിൽ കുടുങ്ങാതെ ശ്രദ്ധിക്കുക. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടാൽ വൈദ്യസഹായം തേടണം. ബുധനാഴ്ച മുതൽ എല്ലാ കാര്യങ്ങളിലും മാറ്റം പ്രതീക്ഷിക്കാം. പ്രതീക്ഷിച്ച ധനം വന്നു ചേരുന്നതാണ്. കുടുംബത്തിൻ്റെ പിന്തുണ പ്രതീക്ഷിക്കാം. തൊഴിലിടത്തിൽ സാമാന്യമായ സംതൃപ്തി ഭവിക്കുന്നതാണ്. അന്യദിക്കിൽ തുടർ പഠനത്തിനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് സംജാതമാകും. അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്. നക്ഷത്രാധിപനായ ശുക്രൻ്റെ സ്വക്ഷേത്രസ്ഥിതി ആത്മവിശ്വാസമേകും. ജന്മരാശിയിലും ജന്മനക്ഷത്രത്തിലും പാപഗ്രഹങ്ങൾ കടന്നു പോകുന്നത് അനുകൂലമല്ലാത്ത കാര്യങ്ങൾ സമ്മാനിക്കും. ക്രയവിക്രയങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ്. ജോലിയിലെ ആത്മാർത്ഥത അംഗീകരിക്കപ്പെടും. പ്രണയത്തിൽ തിരിച്ചടികൾ പ്രതീക്ഷിക്കാം. സ്വന്തം വാക്കുകൾ ദുർവ്യാഖ്യാനിക്കപ്പെടുവാൻ ഇടയുള്ള അവാരമാണ്. യാത്രകൾക്ക് ഗുണം കുറയുന്നതാണ്.
കരാറുകളിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾ വ്യവസ്ഥകൾ കൃത്യമായി മനസ്സിലാക്കുവാൻ മറക്കരുത്. സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കുവാനുള്ള ശ്രമം തുടരുന്നതാണ്. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്. ആദിത്യൻ്റെ ഒപ്പം വ്യാഴത്തിൻ്റെയും അനുകൂലത പ്രതിസന്ധികളെ മറികടക്കുവാൻ സഹായിക്കും. ചിലപ്പോൾ ഏകാന്തത അനുഭവപ്പെടുന്നതാണ്. കൃത്യനിർവഹണം തൃപ്തികരമാകും. സഹപ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ കഴിയും. ഭൗതികമായ ആവശ്യങ്ങൾ കൂടി വരുന്നതിനാൽ ചിലപ്പോൾ കുടുംബത്തോട് കലഹിച്ചേക്കും. മനസ്സന്തോഷമുള്ള കാര്യങ്ങൾ, സുഹൃത്ത് സല്ലാപം, വായന, വിനോദ പരിപാടികൾ തുടങ്ങിയവയ്ക്ക് സമയം ലഭിച്ചേക്കുന്ന ആഴ്ചയല്ല. അനാവശ്യമായ ഉത്കണ്ഠകൾ കഴിവതും ഒഴിവാക്കുന്നതാണ് ഉത്തമം. അടുത്തത് അത്തം നക്ഷത്രക്കാരാണ്. വാരാദ്യം പലതരം ചെലവുകൾ വന്നുപെടും. ക്ഷോഭം നിയന്ത്രിക്കേണ്ടതാണ്. സമയനിഷ്ഠ പാലിക്കുവാൻ വളരെയധികം ക്ലേശിക്കേണ്ടി വരും. മറ്റു ദിവസങ്ങളിൽ സ്വസ്ഥത പ്രതീക്ഷിക്കാം. തൊഴിലിൽ നേട്ടങ്ങൾ കൈവരിക്കും. വിജ്ഞാന അന്വേഷണത്തിനും നേരം കണ്ടെത്തുന്നതാണ്. പ്രമുഖരുമായുള്ള പരിചയം ആത്മവിശ്വാസം വളർത്തിയെടുക്കുവാൻ സഹായിക്കുന്നതാണ്. സമ്മാനങ്ങൾ ഈ ആഴ്ച ലഭിക്കുവാൻ ഇടയുണ്ട്. കുടുംബ ബഡ്ജറ്റ് ചുരുക്കുവാനുള്ള വിഫല ശ്രമം നടത്തുന്നതാണ്. ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ സഞ്ചരിക്കുന്നതിനാൽ ഭാഗ്യ അനുഭവങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. വാക്ക് പാലിക്കുവാൻ കഴിയും. വിവാദങ്ങളിൽ വിജയിക്കുന്നതാണ്. കിട്ടാക്കടങ്ങൾ ഭാഗികമായി കൈവരും. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് പൊതു ചികിത്സയിലൂടെ ആശ്വാസം ലഭിക്കുന്ന വാരമാണ്. തൊഴിലിടത്തിൽ ചെറിയ വൈഷമ്യങ്ങൾ ഉണ്ടാകും. അടുത്ത ബന്ധുക്കളുടെ സഹകരണം പ്രതീക്ഷിക്കാവുന്നതാണ്. വിരുന്നുകൾ, ഷോപ്പിംഗ്, ഉല്ലാസം ഇവയ്ക്കുള്ള അവസരം വന്നെത്തും. നവസംരംഭങ്ങൾ പുഷ്ടിപ്പെടുത്തുവാൻ പരസ്യത്തിൻ്റെ സഹായം ആവശ്യമായി വരും. ഊഹക്കച്ചവടത്തിൽ നിന്നും ഊഹിച്ച ആദായം വന്നു ചേരുന്ന വാരമല്ല. അടുത്തത് ചോതി നക്ഷത്രക്കാരാണ്. തൊഴിൽ പ്രതിസന്ധികൾ വലച്ചെന്നു വരാം. തിടുക്കത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ അബദ്ധത്തിൽ ആകുന്നതാണ്. നിലവിലെ ജോലി ഉപേക്ഷിക്കാതിരിക്കുന്നതാണ് ഉത്തമം. ഭോഗസുഖമുണ്ടാകും. ആഡംബര ചെലവുകൾ അധികമായേക്കും. ഇതിൻ്റെ പേരിൽ കുടുംബത്തിൽ കലഹങ്ങൾ ഉയരുവാൻ ഇടയുണ്ട്. പരാശ്രയത്വം കുറയ്ക്കുവാൻ ആഗ്രഹിക്കും. മകളുടെ ഭാവി കാര്യങ്ങളിൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളുവാൻ സാധിച്ചേക്കില്ല. പൂർവിക സ്വത്ത് സംബന്ധിച്ച വിവരങ്ങൾ തേടേണ്ടി വരും. അതിൽ നിന്നും ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. സഹോദര ഗുണം പ്രതീക്ഷിക്കാം. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. ആത്മവിശ്വാസം തെല്ല് കുറയുവാൻ ഇടയുണ്ട്. മിഥ്യാധാരണകൾ പുലർത്തും. ഏജൻസി പ്രവർത്തനത്തിൽ നിന്നും വളരെയധികം ധനനേട്ടം പ്രതീക്ഷിക്കാം. കാര്യാലോചനകളിൽ ശബ്ദമുയർത്തി സംസാരിക്കേണ്ടി വരും. എതിർപ്പുകളെ ആശയപരമായി നേരിടുന്നതാണ്. ധനപരമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതിനുള്ള അവസരം വന്നു ചേരും. പ്രതിമാസ പലിശകൾ അടയ്ക്കുവാൻ സാധിക്കുന്നതാണ്. ബിസിനസ് യാത്രകൾ സാമാന്യമായ ഗുണം സമ്മാനിക്കും. ഭൂമി വിൽക്കുവാനുള്ള ഊർജിത ശ്രമം ഫലം കണ്ടു തുടങ്ങുന്നതാണ്. ബന്ധുക്കളുടെ തർക്കത്തിൽ മധ്യസ്ഥന് മുതിരാതിരിക്കുന്നതാണ് ഉത്തമം. വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണിക്ക് ചിലവുകൾ ഉണ്ടാകുവാനും ഇടയുള്ള ആഴ്ചയാണ്. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. പല നിലയ്ക്കും സമാശ്വാസം വന്നെത്തുന്ന വാരമാണ്. പ്രയത്നം വിഫലമല്ലെന്ന തോന്നലുണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് പ്രവൃത്തിയിൽ പൂർണ്ണ തോതിൽ മുഴുകുവാൻ കഴിയുന്നതാണ്. ചുമതലകൾ വിജയം നേടിത്തരും. രോഗാരിഷ്ടതകൾ കുറയുവാനിടയുണ്ട്. അനാവശ്യ ചെലവുകൾ പ്രേരണ കൂടാതെ തന്നെ ചുരുക്കുവാൻ കഴിയുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഭാവിയിൽ പ്രയോജനം ചെയ്യുന്ന പുതിയ കോഴ്സുകളിൽ പ്രവേശനം കിട്ടുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് ആഹ്ലാദിക്കുവാൻ കഴിയുന്നതാണ്. നാലിലെ രാഹു ഇടയ്ക്കിടെ ചിത്തവ്യാകുലതകൾ സമ്മാനിക്കുന്നതാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. സന്താനങ്ങളുടെ ആവശ്യങ്ങൾക്കായി പണം ചെലവഴിക്കേണ്ടി വരും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. മുൻ ആഴ്ചത്തെ അപേക്ഷിച്ച് കർമ്മരംഗത്തെ തടസ്സങ്ങളെല്ലാം അനായാസം മാറിക്കിട്ടുന്നതാണ്. പൊതുവെ സാമ്പത്തികമായ നില വളരെയധികം മെച്ചപ്പെടും. ഗൃഹ അന്തരീക്ഷത്തിൽ സ്വച്ഛന്തം സാമാന്യമായിട്ടുണ്ടാകും. സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ വാക്കുകൾ സ്വീകരിക്കില്ല. തീരുമാനങ്ങളെല്ലാം സ്വന്തം തന്നെയായിരിക്കും. ജനമധ്യത്തിൽ സ്വീകാര്യത വർദ്ധിക്കുന്നതാണ്. ബിസിനസ് കാര്യങ്ങൾക്കായി യാത്രകൾ ഉണ്ടാകും. മനസ്സിന് സന്തോഷം സമ്മാനിക്കുന്ന വാർത്തകൾ കേൾക്കുവാൻ കഴിയുന്നതാണ്. അടുത്തത് മൂലം നക്ഷത്രക്കാരാണ്. ഇപ്പോഴത്തെ ഗ്രഹനില പൊതുവെ മികച്ച ഫലത്തെ കാണിക്കുന്നില്ലെങ്കിലും ചന്ദ്രൻ, രാഹു, ബുധൻ തുടങ്ങിയ ഗ്രഹങ്ങളുടെ അനുകൂലതയാൽ
ന്യായമായ ആവശ്യങ്ങളെല്ലാം തന്നെ നടന്നു കിട്ടും. സ്വാശ്രയ തൊഴിലിൽ ലാഭം കിട്ടുകയില്ല. നഷ്ടം വരാതെ നോക്കാനാകും എന്ന് മാത്രം. ഇപ്പോൾ നവസംരംഭങ്ങൾ തുടങ്ങുന്നത് യാതൊരു രീതിയിലും ഗുണം ചെയ്യില്ല. ദുഷ്ടപ്രലോഭനങ്ങളെ ചെറുക്കേണ്ടതുണ്ട്. ചിലരുടെ സഹായം ആവശ്യപ്പെടാതെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നീട് ഇത് സ്വീകരിക്കേണ്ടതില്ലെന്ന് തോന്നിയേക്കുവാനും ഇടയുണ്ട്. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് അല്പം ആശ്വാസം ഭവിക്കുന്ന വാരമാണ് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ്. കാര്യസിദ്ധിക്കായി കിണഞ്ഞ് പരിശ്രമിക്കേണ്ടി വരും. പല നിലയ്ക്കും പ്രതികൂല സാഹചര്യങ്ങളുണ്ടെങ്കിലും പ്രായോഗിക ബുദ്ധിയും പ്രത്യുൽപ്പന്ന മിതത്വവും കൊണ്ട് ഇവയെ മറികടക്കുവാൻ സാധിക്കുന്നതാണ്. തൊഴിലിൽ ഇത് ശരാശരി കാലമാണ് വന്നെത്തിയിരിക്കുന്നത്. കടബാധ്യതകൾ പരിഹരിക്കുവാനുള്ള വഴി തെളിഞ്ഞു കിട്ടും. ആഡംബര ചെലവുകൾ കുറയ്ക്കുവാനും മിതവ്യയം പാലിക്കുവാനുമുള്ള ശ്രമം തുടരുന്നതാണ്. ബന്ധുഭവനം സന്ദർശിക്കുവാൻ ഈ ആഴ്ച കഴിയും. പൊതുകാര്യങ്ങൾക്ക് പൊതുവെ ധാരാളം സമയം കണ്ടെത്തും. നേരെ വാ നേരെ പോ മട്ട് ശത്രുക്കളെ സൃഷ്ടിക്കുന്നതാണ്. ഗൃഹത്തിൻ്റെ നവീകരണം നീളുന്നതാണ്. അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ്. രോഗക്ലേശങ്ങളാൽ വലയുന്ന ആളുകൾക്ക് ആശ്വാസം അനുഭവപ്പെടും. ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കുവാൻ കഴിയുന്ന വാരമാണ്. ഉദ്യോഗസ്ഥർക്ക് സ്വസ്ഥതയുണ്ടാകുന്ന കാലമാണെന്ന് തന്നെ കരുതാം. അമിത ഭാരം ഉണ്ടാകില്ല. ബിസിനസ്സിൽ എല്ലാ രീതിയിലും വിജയിക്കുവാൻ കഴിയുന്നതാണ്. മുടക്കിയ ധനം തിരികെ കിട്ടിത്തുടങ്ങും. വിദ്യാഭ്യാസപരമായ തടസ്സങ്ങൾ പരിഹൃതമാകുന്നതാണ്. ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തടസ്സം അനുഭവപ്പെടും. ഭൂമി വിൽപ്പനയിലും പ്രതീക്ഷിച്ച പോലെയാവില്ല കാര്യങ്ങൾ. പഴയ സുഹൃത്തുക്കളെ വീണ്ടും കാണുവാൻ ഇടവരുന്നതാണ്. അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ്. പ്രവർത്തനത്തിൽ ആലസ്യം ഭവിക്കാം. സ്നേഹപ്രേരണകളോ സമ്മർദ്ദങ്ങളോ ഇല്ലെങ്കിൽ ഈ ആഴ്ചയിൽ എല്ലാ കാര്യങ്ങളിലും വിജയിക്കുവാൻ കഴിയുന്നതാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ കഴിയും. ജോലി സ്ഥലത്തെ ഉപാചപങ്ങളെ തിരിച്ചറിയും. കലാരംഗത്തുള്ളവർക്ക് അവസരങ്ങൾ വന്നു കിട്ടും. കരാറുകളിൽ ഏർപ്പെടുമ്പോൾ വ്യവസ്ഥകളെക്കുറിച്ച് അറിയുവാൻ മറക്കരുത്. ധനനിക്ഷേപങ്ങളിലും വിനിമയത്തിലും കരുതൽ വേണ്ട വാരമാണ്. ഉദാര സമീപനം ചൂഷണം ചെയ്യപ്പെടുവാനിടയുണ്ട്. ആ കാര്യത്തിലും ജാഗ്രത അനിവാര്യമായ വാരമാണ്. വിദേശത്തുള്ളവർക്ക് തൊഴിലിൽ ആശ്വാസമുണ്ടാകും. ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ കാര്യസാധ്യത്തിന് കാരണമാകുന്നതാണ്. അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ്. ലക്ഷ്യപ്രാപ്തി എളുപ്പമാവില്ല. പക്ഷെ സാധ്യമാണെന്ന് പറയുവാനുമാവില്ല. തുടർ പരിശ്രമങ്ങൾ വളരെയധികം ആവശ്യമാണ്. ബിസിനസ്സിൽ പുതിയ പങ്കാളികളെ ചേർക്കുന്നത് വളരെയധികം കരുതലോടെ വേണം. വിദേശ യാത്രയ്ക്ക് മുന്നൊരുക്കം നടത്തുവാൻ കഴിയും. സാഹിത്യ പ്രവർത്തനം ആഭ്യന്തരം നടന്നു കിട്ടും. സതുദ്ദേശത്തോടെ പറയുന്നവ തെറ്റിദ്ധരിക്കപ്പെടാം. സാമ്പത്തികമായ അമളി പിണയുവാൻ ഇടയുള്ള വാരമാണ്. വളരെയധികം കരുതൽ വേണം. വസ്തു സംബന്ധിച്ച അയൽ തർക്കങ്ങൾക്ക് മുതിരരുത്. മക്കൾക്ക് ഇഷ്ടപ്പെട്ട വിഷയത്തിൽ തുടർ പഠനത്തിനുള്ള അവസരമുണ്ടാകും. സാങ്കേതിക വിഷയങ്ങൾ പഠിച്ചറിയുവാൻ സാധിക്കുന്ന വാരം കൂടിയാണ്. അടുത്തത് ചതയം നക്ഷത്രക്കാരാണ്. സമ്മിശ്രമായ ആഴ്ചയാണ് വന്നെത്തിയിരിക്കുന്നത്. ആദ്യ പകുതിയിൽ ലഘു പ്രയത്നത്താൽ തന്നെ നേട്ടങ്ങൾ കൈവരും. ആവശ്യത്തിന് വിശ്രമം കിട്ടുന്നതാണ്. ഗാർഹിക സൗഖ്യം പ്രതീക്ഷിക്കാം. നവീന ഗൃഹോപകരണങ്ങൾ വാങ്ങുവാൻ കഴിയുന്നതാണ്. മുൻകൂട്ടി തീരുമാനിച്ചവ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. മറ്റു ദിവസങ്ങളിൽ ആലസ്യം അനുഭവപ്പെടും. നിങ്ങളുടെ സഹപ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ നിരാകരിക്കുന്നതാണ്. ലോൺ തിരിച്ചടവിന് കഴിയാതെ വന്നേക്കാം. പഴയ കടബാധകൾ ചിത്തശല്യത്തിന് കാരണമാകും. ദുഷ്പ്രേരണകളെ പ്രതിരോധിക്കുവാൻ സാധിച്ചെന്നു വരില്ല. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. പ്രവൃത്തികളിൽ സാമാന്യമായ വിജയമുണ്ടാകും. കലാരംഗത്തെ പുതിയ ചുവടുവയ്പ്പുകൾ കൂടുതൽ അംഗീകരിക്കപ്പെടും. വിശിഷ്ട വ്യക്തികളുടെ സഹകരണം ദിശാബോധം സമ്മാനിക്കുന്നതാണ്. പ്രൈവറ്റ് ജോലിയിൽ തന്നെ വേതന വർധനവ്, അതുമല്ലെങ്കിൽ പദവിയിൽ ഉയർച്ച തുടങ്ങിയവ പ്രതീക്ഷിക്കാം. അനാവശ്യമായ തിടുക്കവും ആകാംക്ഷയും ഗുണകരമാക്കില്ല. ദാമ്പത്യത്തിൽ അനേക സാഹചര്യങ്ങൾ വരുവാൻ ഇടയുള്ളതിനാൽ വളരെയധികം കരുതൽ വേണം. കൂട്ടുകച്ചവടത്തിൽ തൃപ്തിക്കുറവ് അനുഭവിക്കേണ്ടി വരും. കളം മാറ്റി ചവിട്ടുന്ന കാര്യം ആലോചിക്കുന്നതാണ്. കമ്മീഷൻ വ്യാപാരം വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്.
ശനിയുടെ ജന്മനക്ഷത്ര സഞ്ചാരത്താൽ ക്ലേശങ്ങൾ വന്നും പോയുമിരിക്കും. ആലസ്യവും കർമ്മരംഗത്തെ മടുപ്പും അനുഭവപ്പെടാം. 12-ലെ രാഹു അകാരണമായ അലച്ചിലിന് ഇടവരുത്തുന്നതാണ്. അനാവശ്യമായ കാര്യങ്ങൾക്ക് പണച്ചെലവുണ്ടാകും. കുഞ്ഞുങ്ങളുടെയും മുതിർന്നവരുടെയും ആരോഗ്യകാര്യത്തിൽ നല്ല ശ്രദ്ധ ആവശ്യമായ വാരമാണ്. എതിർ സ്വരങ്ങളെ അവഗണിക്കുവാൻ കരുത്തുണ്ടാകും. വസ്തു അതുമല്ലെങ്കിൽ കെട്ടിടം ഇവകളിൽ നിന്നും വരുമാനം ലഭിക്കുന്നതാണ്. വീട് വിട്ടു നിൽക്കുന്ന ആളുകൾക്ക് വീട്ടിലെത്തുവാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്. ഭാവിയെക്കുറിച്ച് കൂടുതൽ കണക്ക് കൂട്ടും, കൂടുതൽ ആലോചിക്കും. ചടുലമായ നീക്കങ്ങൾക്ക് മുദ്ര തിരിക്കുകയാക്കും കരണീയം. ധനകാര്യം തൃപ്തികരമാകുന്ന വാരമാണ്. പക്ഷേ പാഴ്ചെലവുകൾക്ക് സാഹചര്യം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതിനാൽ കരുതൽ വേണം. വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് അവസരം കൈവരും. സ്ത്രീകളുടെ പിന്തുണ എല്ലാ രീതിയിലും വന്നു ചേരുന്നതാണ്. തീർത്ഥാടനത്തിന് അവസരം വന്നുചേരും. കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ കുറയുന്നതായുള്ള പരാതി ഉയരാം. വ്യവഹാരങ്ങളിൽ തൽക്കാലം ജയമോ തോൽവിയോ പ്രതീക്ഷിക്കേണ്ട വാരമല്ല വന്നെത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.